നമ്മളപ്പോൾ പറഞ്ഞുകൊണ്ടുവന്നത് തിരുവനന്തപുരം സെൻട്രൽ എന്ന മണ്ഡലത്തെക്കുറിച്ചാണ്. ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലം. നമ്മൾ ഇപ്പോഴുള്ളത് ചാല കമ്പോളത്തിലാണ്. ഇന്ന് ഈ അവധി ദിവസവും ചാല കമ്പോളത്തിൽ നല്ല തിരക്കുണ്ട്. ചേച്ചി, സാധനങ്ങളൊക്കെ വാങ്ങിയോ? വോട്ട് ചെയ്യുമല്ലോ അല്ലേ? എങ്ങനെയുണ്ട് ഈ സർക്കാർ? എന്താണ് ഭരണമാറ്റം ഉണ്ടാകുമോ അത് ഭരണ തുടർച്ച ഉണ്ടാകും? എന്താ ചേച്ചിക്ക് തോന്നുന്നത്? ഭരണ തുടർച്ച വരണമെന്നാണ് ആഗ്രഹം. എവിടെയാ വോട്ട്? തിരുവനന്തപുരം സെൻട്രലാണോ? അപ്പോ ആരാണ് സ്ഥാനാർത്ഥി? ഇടതുമുന്നണി സ്ഥാനാർത്ഥി സുധീർ കരമന. അപ്പോ ഇടത് പക്ഷം വരും, ഇടത് ഭരണം വരും, തുടരും അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടം? தமிழ்நாடு സാരമില്ല, വോട്ട് സാരാ. തമിഴനാ? எப்படி இருக்கு കേരളം? கேரளம் எல்டிஎஃப் தானே வரும். எல்டிஎஃப் வரும். എത്ര നാളായി? നമ്മൾ 20 വർഷമായിട്ട് ഇരിക്കുന്നു. വോട്ട് ഇതുവരെ ആയില്ല? ആയില്ല. കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം ഒരുവിധം കൊള്ളാം. അപ്പോ പിന്നെ കൂടുതൽ ആളുകൾ വരുന്നോണ്ടിരിക്കുന്നു. അതായത് ചേട്ടൻ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടാ, മുളകൊക്കെ വാങ്ങിയോ? വാങ്ങിയാലേ ഉള്ളൂ. ശരി. അപ്പോഴേ ഈ സർക്കാർ തുടരുമോ അതോ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമോ? എന്താ ചേട്ടന് തോന്നുന്നത്? ഇപ്പോൾ നമുക്ക് രണ്ടും പറയാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. എന്താണ് അഭിപ്രായം കോൺഗ്രസ് വരുന്നേക്കാൾ നല്ലത് LDF വരുന്നതാണ് എപ്പോഴും നല്ലത്. ഭരണ തുടർച്ചയാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? ഭരണ തുടർച്ച എന്നുള്ളതല്ല, കോൺഗ്രസ് വന്നാൽ അഴിമതി ഭരണമാണ്. ഇടതുപക്ഷം വന്നു കഴിഞ്ഞാൽ അഴിമതി അത്രമാത്രം ഇല്ല, കുറച്ച് ഭേദപ്പെട്ട ഭരണമാണ്. ഭരണം ഉണ്ടെന്നൊരു തോന്നൽ വരും. ശരി. അപ്പൊ ഈ ഏത് മണ്ഡലാ ചേട്ടന്റെ? എന്ന് കഴക്കൂട്ടം മണ്ഡലമാണ്. അപ്പോ വോട്ട് ഉറപ്പാണല്ലോ അല്ലേ? വോട്ട് ഉറപ്പാണല്ലോ. വോട്ട് പിന്നെ വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ട് ഇത്രയും നാൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. എങ്ങനെയുണ്ട് വോട്ട്? താമരക്കാണോ? ഭരണമാറ്റം ഉണ്ടാകുമോ? ഇപ്പോഴത്തെ ഭരണം തെറ്റില്ല, പക്ഷെ കോൺഗ്രസ് ആണ്. അപ്പോ ഭരണമാറ്റം വേണമെന്നാണോ വേണ്ടെന്നാണോ? മാറി മാറി വരണമെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം. വോട്ട് ചെയ്യില്ലേ? വോട്ട് ചെയ്യും. ഞാൻ ഇവിടുത്തെ വോട്ടറല്ല. ശരി, അങ്ങ് പോവോ വോട്ട് ചെയ്യാൻ? അപ്പോ സർക്കാരിന് ഒരു ഭരണ തുടർച്ച വേണമെന്നാണോ അതോ പുതിയ ഭരണം? കുഴപ്പമില്ല. ചേട്ടൻ ഹാപ്പിയാണ്? അപ്പോ ആളുകൾ ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതായാലും വലിയ മത്സരം നടക്കുന്ന തിരുവനന്തപുരം സെൻട്രലിൽ ഈ ചാല കമ്പോളത്തിലെ കച്ചവടക്കാർ, അതുപോലെ തന്നെ ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങൾ, അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, വോട്ടുണ്ടോ ഇവിടെ? നിയമം എങ്ങനെയാ ഈ സർക്കാരിന്റെ തുടർച്ച ഉണ്ടാകുമോ അതോ UDF അധികാരത്തിൽ? സർക്കാർ മാറി മാറി വരണം, രണ്ടുപേരും മാറി മാറി വരട്ടെ. ഓരോരുത്തരും മാറി മാറി, ഒരാൾ മാത്രം ഭരിച്ചാൽ പോലെ രണ്ടുപേരും മാറി മാറി വരട്ടെ. അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ വരണം, ഒരാൾ മാത്രം ഭരിച്ചാൽ പോലെ ഇരുഭാഗത്തും മാറി മാറി വരേണ്ടിയുണ്ട്. സർക്കാർ പറയുന്ന കുറെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലല്ലോ, വികസനം ആവശ്യത്തിനുണ്ട്. ആവശ്യത്തിന് ഇല്ലാന്ന് പറയാം, ആവശ്യത്തിന് വികസനം. എന്നാലും മാറി മാറി വരണം, ഭരണം മാറി മാറി വരണം. അതാണ് ജനാധിപത്യത്തിൽ അങ്ങനെ വേണം. ജനാധിപത്യം അതാണല്ലോ നമുക്ക് ആവശ്യം. അതാണ് അതിന്റെ നിയമം. അതാണ് ജനാധിപത്യത്തിന്റെ നിയമം. ഭരണം മാറി മാറി വരണം എന്നുള്ളതാണ്. അതായത് ഈ സർക്കാരിനെ പറ്റി ദോഷം എന്ന അർത്ഥത്തിലല്ല ആ ചേട്ടൻ പറയുന്നത്. വികസനമൊക്കെ ഉണ്ട്, പക്ഷെ ഭരണം മാറി മാറി വരണമെന്നാണ് അഭിപ്രായം. ചെറുപ്പക്കാര് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് തിരുവനന്തപുരം സെൻട്രലിലെ ഈ പിന്നെ നമ്മളെ തെരഞ്ഞെടുപ്പിന്റെ ഒരു രീതികൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ജയസാധ്യതകൾ എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ചെറിയ ഇടവേള എടുക്കാം. തിരുവനന്തപുരം സെൻട്രൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേമം വട്ടിയൂർക്കാവും പോലെ ത്രികോണ മത്സരം ശക്തമായി നടക്കുന്ന മണ്ഡലമാണ്. ചലച്ചിത്ര പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തനവുമായ സുധീർ കരമനയാണ് ഇടത് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. CP ജോൺ ആണ് UDFന്റെ സ്ഥാനാർത്ഥി. കരമന ജയനാണ് NDA സ്ഥാനാർത്ഥിയായി ഉള്ളത്. ഇവിടെ 3 പേരും ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. BJP വോട്ടുകൾ വളരെ നിർണായകമാകും ഈ മണ്ഡലത്തിൽ. ഏതായാലും തിരുവനന്തപുരം സെൻട്രലിലെ വിശേഷങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചാല കമ്പോളത്തിൽ നിന്നാണ് നമ്മൾ ഈ വിവരങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.